നിങ്ങൾക്ക് കേരള സ്റ്റോറി കാണുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ വേറെ ചില സ്റ്റോറികളുണ്ട്. അത് നിങ്ങൾക്ക് കാണാലോ. എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാലോ. അതിനുള്ള വഴികളിവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഈ പ്രൊപ്പഗൻഡ ആണ് എന്ന് പറയുന്ന ഈ സിനിമയിലെ ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിലെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനകത്ത് എടുക്കാൻ പറ്റുന്ന സാധനം ഇനി ഒരു 50% ഉണ്ടെന്ന് കൂട്ടിയാലും ആ 50% അത് കൂട്ടി വെച്ചുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഗെയിൻ നടത്തുന്ന ആളുകൾ അത് ഇന്ത്യയിലുണ്ട്, അത് യൂറോപ്പിലുണ്ട്, അത് അമേരിക്കയിലുണ്ട്, അത് ഇന്ന് ചന്ദ്രനിൽ വരെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അവിടെ ചൊവ്വയിലും ഉണ്ട് എന്ന് അറിയുന്നു. കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് പറയുന്നതായിട്ട് കേട്ടു, ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ബാങ്ക് വിളി കേട്ടു എന്നൊക്കെ. അപ്പോൾ ഇതെവിടെ പോയാലും ഉണ്ട് എന്നതാണ് പ്രശ്നം. എവിടെ നോക്കിയാലും ഇസ്ലാമിക തീവ്രവാദം, അതിലേക്ക് ആളുകൾ പോകുന്നത്, പോയ ആളുകൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിലവിളിക്കുന്നത്, അവിടെ പോയിട്ട് പൊട്ടിത്തെറിക്കുന്നത്, അങ്ങനെ പള്ളയ്ക്ക് കത്തി കയറ്റേണ്ടി വരുന്നത്, അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ, ലോകത്ത് എല്ലായിടത്തും ചർച്ചാ വിഷയമാണ്.